മൻ കി ബാത്ത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം. എന്റെ പ്രിയപ്പെട്ട ദേശവാസികൾക്ക് നമസ്കാരം. ഈ വർഷത്തെ വേനൽ നമുക്ക് മറക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. നാം കാലവർഷം കാത്തിരിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ റംസാന്റെ പുണ്യമാസം ആരംഭിച്ചിരിക്കുന്നു. റംസാന്റെ പുണ്യമാസത്തിന്റെ വരവിൽ ഞാൻ ഭാരതത്തിലെയും ലോകമെങ്ങുമുള്ള ആളുകൾക്ക്, വിശേഷിച്ച് മുസ്ലിം സമുദായത്തിന് ഈ പുണ്യമാസത്തിന്റെ ഹൃദയപൂർവ്വമുള്ള ശുഭാശംസകൾ നേരുന്നു. റംസാനിൽ പ്രാർത്ഥന, ആത്മീയത, ദാനം തുടങ്ങിയവയ്ക്ക് വളരെ പ്രാധാന്യം നൽകുന്നു. ഇന്ന് ഭാരതത്തിന് അഭിമാനിക്കാവുന്ന പാരമ്പര്യം നമ്മുടെ പൂർവികർ നൽകിയിരിക്കുന്നതിൽ നാം വളരെ ഭാഗ്യവാന്മാരാണ്. ലോകത്തിലെ എല്ലാ ജാതിയിലുമുള്ളവർ ഈ ഭാരതത്തിലുണ്ട് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഈശ്വരനിൽ വിശ്വസിക്കുന്നവരും ഈശ്വരനെ നിഷേധിക്കുന്നവരും വിഗ്രഹാരാധന നടത്തുന്നവരും വിഗ്രഹാരാധനയെ എതിർക്കുന്നവരുമെല്ലാം ജീവിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. എല്ലാ വിചാരധാരകളും, എല്ലാ തരത്തിലുമുള്ള ആരാധനാരീതികളും, എല്ലാ തരത്തിലുമുള്ള പാരമ്പര്യങ്ങളും ചേർന്ന് നാം ഒരുമിച്ച് ജീവിക്കുക എന്ന കല കൈവരിച്ചിരിക്കുന്നു. മതങ്ങളും ജാതികളും വിചാരധാരകളും പാരമ്പര്യങ്ങളും എല്ലാം നമുക്ക് നൽകുന്ന സന്ദേശം ശാന്തിയുടെയും ഐക്യത്തിന്റെയും സന്മനോഭാവത്തിൻ്റേതുമാണ്. ഈ റംസാന്റെ പുണ്യമാസം ശാന്തിയുടെയും ഐക്യത്തിന്റെയും സന്മനോഭാവത്തിന്റെയും വഴിയെ നമുക്ക് മുന്നോട്ടു പോകാൻ സഹായകരമാകും. ഒരിക്കൽ കൂടി ഞാൻ ശുഭാശംസകൾ നേരുന്നു. കഴിഞ്ഞ പ്രാവശ്യം മൻ കി ബാത്തിൽ ഞാൻ വിശേഷിച്ച് യുവാക്കളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. പുതിയതായി എന്തെങ്കിലും ചെയ്യുന്നതിനെക്കുറിച്ച്, സുഖസൗകര്യങ്ങളിൽ നിന്ന് പുറത്തിറങ്ങി പുതിയ പാഠങ്ങൾ പഠിക്കുന്നതിനെക്കുറിച്ച്. ഇതാണ് ജീവിതം. ഇങ്ങനെ ജീവിക്കാനും കുറച്ച് റിസ്ക് എടുക്കാനും ബുദ്ധിമുട്ടുകളെ ക്ഷണിച്ചു വരുത്താനുമൊക്കെയുള്ള പ്രായം ഇതാണ്. വളരെയധികം ആളുകൾ എന്നെ തങ്ങളുടെ അനുഭവം അറിയിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. തങ്ങൾക്ക് പറയാനുള്ളത് എന്നോട് നേരിട്ട് പറയാനുള്ള ഉത്സാഹം അവർ കാണിച്ചു. എല്ലാം വായിക്കാൻ സാധിച്ചിട്ടില്ല. എല്ലാവരുടെയും സന്ദേശങ്ങൾ കേൾക്കാനുമായില്ല. അത്രയ്ക്കധികം വിവരങ്ങളാണ് എത്തിയത്. എന്നാൽ ഞാൻ എല്ലാം ഒന്ന് ഓടിച്ചു നോക്കുകയുണ്ടായി. ചിലർ സംഗീതം പഠിക്കാൻ ശ്രമിച്ചു, ചിലർ പുതിയ വാദ്യം പഠിക്കാൻ ശ്രമിച്ചു, ചിലർ യൂട്യൂബിലൂടെ ചില പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നു, പുതിയ ഭാഷ പഠിക്കാൻ ശ്രമിക്കുന്നു, ചിലർ പാചകം പഠിക്കുന്നു, ചിലർ നൃത്തം പഠിക്കുന്നു, ചിലർ നാടകം പഠിക്കുന്നു, ചിലർ അറിയിച്ചത് കവിത എഴുതാൻ തുടങ്ങിയെന്നാണ്. പ്രകൃതിയെ അറിഞ്ഞ് ജീവിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള ശ്രമത്തിലാണ് മറ്റു ചിലർ. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഒരു ഫോൺ കോൾ നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ദീക്ഷ കത്യാൽ ആണ് സംസാരിക്കുന്നത്. വായനാശീലം ഞാൻ കൈവിട്ട് കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ അവധിക്കാലത്ത് ഞാൻ ചിലത് വായിക്കാൻ നിശ്ചയിച്ചു. സ്വാതന്ത്ര്യസമരത്തെക്കുറിച്ച് വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ എത്ര പോരാട്ടങ്ങൾ നടത്തേണ്ടി വന്നുവെന്നും എത്ര ബലിദാനങ്ങൾ വേണ്ടി വന്നുവെന്നും എത്രയോ സ്വാതന്ത്ര്യസമര സേനാനികൾ ജയിലുകളിൽ വർഷങ്ങളോളം കഴിഞ്ഞുവെന്നും മനസ്സിലായത്. ചെറുപ്രായത്തിൽ വളരെയേറെ ത്യാഗം സഹിച്ച ഭഗത് സിംഗിൽ നിന്ന് ഞാൻ പ്രേരണ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ പുതിയ തലമുറയ്ക്ക് സന്ദേശമേകണമെന്നാണ് അങ്ങയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പുതിയ തലമുറ നമ്മുടെ ചരിത്രത്തെ, നമ്മുടെ സ്വാതന്ത്ര്യസമര സേനാനികളെ, ഈ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ആളുകളെ അറിയാൻ ആഗ്രഹിക്കുന്നു എന്നതിൽ സന്തോഷമുണ്ട്. അസംഖ്യം മഹാപുരുഷന്മാർ തങ്ങളുടെ യുവത്വം ജയിലുകളിൽ ത്യജിച്ചു. പല യുവാക്കളും കഴുമരത്തിലേറി. എന്തെല്ലാം സഹിച്ചതിന്റെ ഫലമായിട്ടാണ് നാം ഇന്ന് സ്വതന്ത്ര ഹിന്ദുസ്ഥാനിൽ ജീവിക്കുന്നത്. സ്വാതന്ത്ര്യസമരകാലത്ത് ജയിലുകളിൽ കഴിഞ്ഞ മഹാപുരുഷന്മാർ സാഹിത്യപരമായി വളരെയേറെ കാര്യങ്ങൾ ചെയ്തു. അവരുടെ തൂലിക ഭാരതത്തിന്റെ സ്വാതന്ത്ര്യസമരത്തിന് ശക്തിയേകി. വർഷങ്ങൾക്ക് മുൻപ് ഒരിക്കൽ ഞാൻ ആൻഡമാൻ നിക്കോബാറിൽ പോയിരുന്നു. സെല്ലുലാർ ജയിൽ കാണാൻ പോയി. വീര സവർക്കറുടെ ജന്മജയന്തിയാണിന്ന്. വീര സവർക്കർ ജയിലിൽ വെച്ച് മാസി ജന്മഠേ എന്ന പുസ്തകമെഴുതി. കവിതകൾ എഴുതിയത് ജയിലിന്റെ ഭിത്തിയിലായിരുന്നു. അദ്ദേഹത്തെ ഒരു ചെറിയ സെല്ലിലാണ് അടച്ചിരുന്നത്. ആ സ്വാതന്ത്ര്യ പോരാളി എത്ര യാതനകളാണ് അനുഭവിച്ചത്. സവർക്കറുടെ മാസി ജന്മഠേ എന്ന പുസ്തകം വായിച്ചതാണ് എനിക്ക് സെല്ലുലാർ ജയിൽ കാണാൻ പ്രേരണയായത്. അവിടെ നടക്കുന്ന ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ വളരെ പ്രേരണയേകുന്നതാണ്. ഹിന്ദുസ്ഥാനിലെ
എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ, എല്ലാ ഭാഷകളും സംസാരിക്കുന്നവർ ആൻഡമാനിലെ ഈ സെല്ലുലാർ ജയിലിൽ കാലാപാനി എന്നറിയപ്പെട്ടിരുന്ന കിരാത ശിക്ഷ അനുഭവിച്ച് തങ്ങളുടെ ജീവിതം അർപ്പിച്ചിരുന്നു. എല്ലാ ഭാഷകളും സംസാരിക്കുന്നവർ, എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ, എല്ലാ തലമുറയിലും പെട്ടവർ യാതന അനുഭവിച്ചു. ഇന്ന് വീര സവർക്കറുടെ ജന്മജയന്തിയാണ്. ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതിനായി ആളുകൾ എത്ര യാതനകൾ അനുഭവിച്ചു, എത്ര കഷ്ടതകൾ സഹിച്ചു എന്ന വസ്തുത ഞാൻ രാജ്യത്തെ യുവതലമുറയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. കാലാപാനി എന്ന് എന്തുകൊണ്ട് പറയുന്നു എന്ന് സെല്ലുലാർ ജയിലിൽ പോയി കണ്ടെങ്കിലേ മനസ്സിലാകൂ. നിങ്ങളും അവസരം കിട്ടിയാൽ നമ്മുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ തീർത്ഥസ്ഥാനമെന്ന് പറയാവുന്ന അവിടം തീർച്ചയായും സന്ദർശിക്കണം. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ജൂൺ 5 മാസത്തിലെ ആദ്യ തിങ്കളാഴ്ചയാണ്. പ്രത്യേകതയൊന്നുമില്ലെങ്കിലും ജൂൺ 5 ഒരു വിശേഷ ദിവസമാണ്. കാരണം ലോക പരിസ്ഥിതി ദിനമായി ജൂൺ 5 ആചരിക്കപ്പെടുന്നു. ഈ വർഷം ഐക്യരാഷ്ട്രസഭ ഈ ദിനത്തിന്റെ വിഷയമാക്കിയിരിക്കുന്നത് ജനങ്ങളെ പ്രകൃതിയുമായി ബന്ധപ്പെടുത്തൽ, കണക്റ്റിംഗ് പീപ്പിൾ ടു നേച്ചർ എന്നാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അടിസ്ഥാനത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക്. പ്രകൃതിയുമായി ബന്ധപ്പെടൽ എന്നാൽ എന്താണ്? എന്റെ വീക്ഷണത്തിൽ ഇതിന്റെ അർത്ഥം അവരവരുമായി ബന്ധപ്പെടുക, ഒരാത്മൈക്യം എന്നാണ്. പ്രകൃതിയുമായി ബന്ധപ്പെടുകയെന്നാൽ നല്ല ഭൂമിയെ പരിപാലിക്കുക എന്നാണ്. ഇതേക്കുറിച്ച് മഹാത്മാഗാന്ധിയുടെ വാക്കുകളേക്കാൾ നല്ലത് എവിടെയാണുള്ളത്? മഹാത്മാഗാന്ധി പലപ്പോഴും പറഞ്ഞിരുന്നു, കാണാത്ത ലോകത്തെക്കുറിച്ചും നമുക്ക് കരുതൽ വേണം. വൺ മസ്റ്റ് കെയർ അബൌട്ട് എ വേൾഡ് വൺ വിൽ നോട്ട് സീ. അതായത് നമുക്ക് ദൃഷ്ടീഭവിക്കാത്ത ലോകത്തെക്കുറിച്ചും നമുക്ക് വിചാരം വേണം, അവിടവും നാം പരിപാലിക്കണം എന്നാണ്. പ്രകൃതിക്ക് ഒരു ശക്തിയുണ്ട്. നിങ്ങൾക്കും അനുഭവമുണ്ടായിട്ടുണ്ടാകും. ക്ഷീണിച്ചവശരായി എത്തുമ്പോൾ മുഖത്ത് ഒരു ഗ്ലാസ് വെള്ളം തളിച്ചാൽ എത്ര ഊർജ്ജസ്വലതയാണുണ്ടാവുക. ക്ഷീണിച്ചവശരായി എത്തുമ്പോൾ വീടിന്റെ ജനലുകൾ തുറന്നിട്ടാൽ, വാതിലുകൾ തുറന്നിട്ടാൽ, കടന്നുവരുന്ന കാറ്റിൽ ശ്വാസമെടുക്കാനായാൽ ഒരു പുതിയ ചൈതന്യം അനുഭവപ്പെടും. ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ പഞ്ചഭൂതങ്ങളുമായി നാം സമ്പർക്കത്തിലേർപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്വയം ഒരു പുതിയ ചൈതന്യമുണ്ടാകുന്നു, ഒരു പുതിയ ഊർജ്ജമുണ്ടാകുന്നു. ഇതെല്ലാം നാം അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ നാം അത് ശ്രദ്ധിക്കുന്നില്ല, അതിനെ ഒരു നൂലിൽ കോർത്തെടുക്കുന്നില്ല. ഇനി പ്രകൃതിയുമായി സമ്പർക്കത്തിലെത്തുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ചൈതന്യമുണ്ടാകുന്നില്ലേ എന്ന് നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം. അതുകൊണ്ട് ജൂൺ 5 പ്രകൃതിയുമായി ബന്ധപ്പെടാനുള്ള ആഗോള മുന്നേറ്റം നമ്മുടെ ഓരോരുത്തരുടെയും മുന്നേറ്റമാകണം. നമ്മുടെ പൂർവികർ പരിസ്ഥിതിയെ കാത്തതിന്റെ ഗുണം നാം അനുഭവിക്കുന്നുണ്ട്. നാമും പരിസ്ഥിതിയെ കാത്താൽ അതിന്റെ ഗുണം വരും തലമുറയ്ക്ക് ലഭിക്കും. ഭൂമിയെയും പരിസ്ഥിതിയെയും ശക്തി സ്രോതസ്സായിട്ടാണ് വേദങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്നത്. വേദത്തിൽ അപ്രകാരമുള്ള വർണ്ണനകൾ കാണാം. അഥർവവേദമാകട്ടെ ഇങ്ങനെ പരിസ്ഥിതിയെക്കുറിച്ചുള്ള ഏറ്റവും മഹത്തായ വഴികാട്ടി ഗ്രന്ഥമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രചിക്കപ്പെട്ടതാണ് എന്നോർക്കണം. മാതാ ഭൂമിഹ പുത്രോഹം പൃഥിവ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് നമ്മിലുള്ള നൈർമല്യം നമ്മുടെ ഭൂമി കാരണമാണ് എന്നാണ്. ഭൂമി നമ്മുടെ മാതാവാണ്, നാം മക്കളും. ബുദ്ധനെക്കുറിച്ചോർത്താൽ ചില കാര്യങ്ങൾ മനസ്സിൽ വരും. മഹാത്മാ ബുദ്ധന്റെ ജന്മം, അദ്ദേഹത്തിന് ജ്ഞാനപ്രാപ്തി, അദ്ദേഹത്തിന്റെ മഹാനിർവാണം എന്നിങ്ങനെ മൂന്നും വൃക്ഷത്തണലിലാണുണ്ടായത്. നമ്മുടെ നാട്ടിൽ അനേകം ഉത്സവങ്ങൾ, അനേകം ആരാധനാരീതികളുമെല്ലാം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരും, നഗരവാസിയാണെങ്കിലും ഗ്രാമവാസിയാണെങ്കിലും ആദിവാസി സമൂഹത്തിലാണെങ്കിലും പ്രകൃതിയോടുള്ള ആരാധന, പ്രകൃതിയോടുള്ള സ്നേഹം സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്. നാം അതിനെ പുതിയ വാക്കുകൾ കൊണ്ട്, പുതിയ ന്യായങ്ങൾ കൊണ്ട് വർണ്ണിച്ച് വിശദീകരിക്കണം. സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചില ശ്രദ്ധേയമായ വാർത്തകളുണ്ട്. മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും മഴക്കാലം തുടങ്ങിയാൽ ഉടൻ മരം നടീലിന്റെ കാര്യത്തിൽ ഒരു വലിയ മുന്നേറ്റമുണ്ടാകാറുണ്ട്. കോടിക്കണക്കിന് വൃക്ഷങ്ങൾ നടുന്നു. സ്കൂൾ കുട്ടികളും സാമൂഹിക സംഘടനകളും സർക്കാരേതര സംഘടനകളും സർക്കാരുകൾ തന്നെയും മുന്നിട്ടിറങ്ങുന്നു. ഇപ്രാവശ്യവും നമുക്ക് മരം നടീലിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതായുണ്ട്. നമ്മുടേതായ സംഭാവന അതിലും നൽകേണ്ടതുണ്ട്. പ്രിയപ്പെട്ട ദേശവാസികളെ, ജൂൺ 21 വരികയാണ്. ജൂൺ 21 ലോകമെങ്ങും ഇപ്പോൾ വിശേഷ ദിവസമാണ്. ലോക യോഗ ദിനമായി ഈ ദിനം ആചരിക്കപ്പെടുന്നു. വളരെ കുറച്ച് സമയം കൊണ്ട്
ജൂൺ 21 യോഗദിനം എന്ന ഖ്യാതി ലോകത്തിൻ്റെ ഓരോ മൂലയിലും എത്തിയിരിക്കുന്നു. ആളുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. ഒരു വശത്ത് ലോകത്തിൽ അനേകം വിഘടനശക്തികൾ വികൃതമായ രൂപം കാട്ടുന്നു. അപ്പോഴാണ് ഭാരതം ലോകത്തിന് ഒരു വലിയ സംഭാവന നൽകുന്നത്. യോഗയിലൂടെ ലോകത്തെ ഒരു ചരടിൽ കോർത്തിണക്കാനായിരിക്കുന്നു. യോഗ ശരീരം, മനസ്സ്, ബുദ്ധി, ആത്മാവ് എന്നിവയെ പരസ്പരം ബന്ധിപ്പിക്കുന്നതുപോലെ ഇന്ന് യോഗ ലോകത്തെ തന്നെ പരസ്പരം കോർത്തിണക്കുന്നു. ഇന്ന് ജീവിതശൈലി കാരണം, തിരക്കുകൾ കാരണം, കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കാരണം മാനസിക പിരിമുറുക്കമില്ലാത്ത ജീവിതം നയിക്കുക ബുദ്ധിമുട്ടായി വരികയാണ്. ഇപ്പോൾ ചെറുപ്രായത്തിലും ഇതാണ് സ്ഥിതി എന്നായിരിക്കുന്നു. വേണ്ടതും വേണ്ടാത്തതുമായ മരുന്നുകൾ കഴിച്ച് ദിവസങ്ങൾ കഴിച്ചുകൂട്ടുക എന്ന നിലയിലായിരിക്കെ മാനസിക പിരിമുറുക്കമില്ലാത്ത ജീവിതം നയിക്കാൻ സഹായിക്കുന്നതിൽ യോഗയ്ക്ക് മഹത്തായ പങ്കുണ്ട്. യോഗ മാനസികവും ശാരീരികവുമായ ആരോഗ്യം ഉറപ്പാക്കുന്നു. യോഗ വെറുമൊരു വ്യായാമം മാത്രമല്ല, ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, ചിന്തകൾ കൊണ്ട്, ആചരണം കൊണ്ട് ആരോഗ്യകരമായ ഒരു ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് യോഗ അനുഭവപ്പെടുത്തി തരുന്നു. 2 നാൾ മുമ്പ് യോഗയുമായി ബന്ധപ്പെട്ട് ഞാൻ ലോകത്തിലെ എല്ലാ സർക്കാരുകൾക്കും എല്ലാ നേതാക്കൾക്കും കത്തെഴുതുകയുണ്ടായി. കഴിഞ്ഞ വർഷം ഞാൻ യോഗയുമായി ബന്ധപ്പെട്ട് ചില മത്സരങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി. ചില പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ആ കാര്യത്തിൽ സാവധാനം ചില ചുവടുവയ്പ്പുകൾ നടത്തി. ഇതേക്കുറിച്ച് എനിക്ക് ചില അഭിപ്രായങ്ങൾ ലഭിക്കുകയുണ്ടായി. ഈ അഭിപ്രായങ്ങൾ അയച്ചവരെ ഞാൻ അഭിനന്ദിക്കുന്നു. വളരെ രസകരമായ നിർദ്ദേശമാണ് ലഭിച്ചിരിക്കുന്നത്. ഒരാൾ പറയുന്നു, 3ാമത്തെ അന്താരാഷ്ട്ര യോഗ ദിവസമാണ് സമാഗതമാകുന്നത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം 3ാമത്തെ അന്താരാഷ്ട്ര യോഗ ദിനമെന്ന നിലയിൽ ഇപ്രാവശ്യം ഒരു കുടുംബത്തിലെ 3 തലമുറകൾ ഒരുമിച്ച് യോഗ ചെയ്യണമെന്നാണ്. അപ്പൂപ്പനും അമ്മൂമ്മയും, അല്ലെങ്കിൽ മുത്തച്ഛനും മുത്തശ്ശിയും, അച്ഛനും അമ്മയും, ആൺമക്കളും പെൺമക്കളും ചേർന്ന 3 തലമുറ ഒരുമിച്ച് യോഗ ചെയ്ത് അതിൻ്റെ ചിത്രം അപ്ലോഡ് ചെയ്യുക. യോഗയ്ക്ക് ഒരു പുതിയ തലം നൽകുന്ന ഒരവസരമാകും ഇന്നലത്തെയും ഇന്നത്തെയും നാളത്തെയും ഈ സംയോഗം. ഈ നിർദ്ദേശത്തിന് ഞാൻ കൃതജ്ഞത അറിയിക്കുന്നു. എനിക്കും തോന്നുന്നത് മകൾക്കൊപ്പം സെൽഫി എന്ന പരിപാടി നടത്തിയതുപോലെയുള്ള ഒരു വലിയ രസമുള്ള അനുഭവമാകും ഇതെന്നാണ്. 3 തലമുറകൾ ഒരുമിച്ച് യോഗ ചെയ്യുന്ന ഈ ചിത്രം രാജ്യത്തിനകത്തും പുറത്തും കൗതുകം ജനിപ്പിക്കാതിരിക്കില്ല. നരേന്ദ്രമോദി ആപ്പിലും മൈ ജിഒവിയിലും 3 തലമുറകൾ ഒരുമിച്ച് യോഗ ചെയ്യുന്ന ചിത്രം 3 തലമുറകളും ഒരുമിച്ച് ചേർത്ത് എനിക്ക് അയക്കൂ. ഈ ചിത്രം ഇന്നലെ, ഇന്ന്, നാളെയുടെ ചിത്രമായിരിക്കും. ഇത് ഒരു സുഖമുള്ള നാളെയുടെ വാഗ്ദാനമാകും. നിങ്ങളേവരെയും ഞാൻ ക്ഷണിക്കുന്നു. വിശ്വയോഗദിനമാകാൻ ഇനിയും ഏകദേശം 3 ആഴ്ചകൾ ബാക്കിയുണ്ട്. ഇന്നു മുതൽ തന്നെ പരിശീലനം ആരംഭിക്കാം. ഞാൻ ജൂൺ 1 മുതൽ തന്നെ യോഗയെക്കുറിച്ച് ട്വിറ്ററിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. തുടർച്ചയായി 21 ദിവസം പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഷെയർ ചെയ്യും. നിങ്ങളും 3 ആഴ്ച തുടർച്ചയായി യോഗയെക്കുറിച്ച് പ്രചരിപ്പിക്കൂ. ആളുകളെ ഇതുമായി ബന്ധപ്പെടുത്തൂ. ഇത് ഒരു തരത്തിൽ ആരോഗ്യരക്ഷാ പദ്ധതി തന്നെയാണ്. എല്ലാവരും ഇതിൻ്റെ ഭാഗമാകാൻ ഞാൻ ഏവരെയും ക്ഷണിക്കുന്നു. പ്രധാന സേവകനെന്ന ഉത്തരവാദിത്വം നിങ്ങളെന്നെ ഏൽപ്പിച്ചപ്പോൾ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഓഗസ്റ്റ് 15-ന് ആദ്യമായി സംസാരിക്കാൻ അവസരം ലഭിച്ചു. ഞാൻ സ്വച്ഛതയെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അന്നുമുതൽ ഇന്നോളം ഹിന്ദുസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ പോകാറുണ്ട്. ചിലർ മോദി എന്താണ് ചെയ്യുന്നത്, മോദി എവിടെയാണ് പോകുന്നത്, മോദി എന്തെല്ലാം ചെയ്തു എന്നെല്ലാം നിരന്തരം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് വളരെ രസകരമായ ഒരു ഫോൺ കോൾ വന്നു. ഞാനൊരു പക്ഷേ ഈ രീതിയിൽ ചിന്തിച്ചതേയില്ലായിരുന്നു. കാര്യത്തെ ഇങ്ങനെ കണ്ടതിൽ ഞാൻ അദ്ദേഹത്തോട് കൃതജ്ഞതയുള്ളവനാണ്. ഈ ഫോൺ കോൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പ്രണാമം മോദിജി, ഞാൻ മുംബൈയിൽ നിന്ന് നൈന സംസാരിക്കുന്നു. മോദിജി, അങ്ങ് എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം ആളുകൾ സ്വച്ഛതയുടെ കാര്യത്തിൽ വിശേഷാൽ ശ്രദ്ധ വയ്ക്കുന്നു എന്ന് ഞാൻ ടിവിയിലും സാമൂഹ്യ മാധ്യമങ്ങളിലും പതിവായി കാണുന്നു. ബോംബെയിലാണെങ്കിലും സൂററ്റിലാണെങ്കിലും അങ്ങയുടെ ആഹ്വാനപ്രകാരം ആളുകൾ കൂട്ടായ രീതിയിൽ സ്വച്ഛതയെ ഒരു ദൗത്യമായി ഏറ്റെടുത്തിരിക്കുന്നു. മുതിർന്നവർ മാത്രമല്ല, കുട്ടികളിലും സ്വച്ഛതയുടെ കാര്യത്തിൽ ഒരു ഉണർവുണ്ടായിട്ടുണ്ട്. റോഡിൽ മാലിന്യമിടുന്നവരെ കുറ്റപ്പെടുത്തുന്ന കുട്ടികളെ പലയിടത്തും കാണാനാകുന്നു. കാശിയിലെ കടവിൽ നിന്നും അങ്ങ് ആരംഭിച്ച സ്വച്ഛതാ പരിപാടി അങ്ങിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട് ഇന്നൊരു ജനമുന്നേറ്റമായി മാറിയിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ പോകുന്നിടത്തെല്ലാം സർക്കാർ വകുപ്പുകൾ മാലിന്യ നിർമ്മാർജ്ജനം നടത്തുന്നുണ്ട്.
ഇന്ന് സമൂഹത്തിൽ തന്നെയും സ്വച്ഛത ഒരാഘോഷമായി മാറിയിരിക്കുന്നു. ഞാൻ ചെല്ലുന്നതിന് 5 ദിവസം, 7 ദിവസം, 10 ദിവസം മുമ്പ് തന്നെ വലിയ അളവിൽ സ്വച്ഛതാ പരിപാടികൾ അവിടങ്ങളിൽ നടക്കുന്നുണ്ട്. മാധ്യമങ്ങളും അതിന് വലിയ പ്രാധാന്യം നൽകുന്നു. ഈയിടെ കുറച്ചു ദിവസം മുൻപ് ഞാൻ ഗുജറാത്തിലെ കച്ചിൽ പോയിരുന്നു. അവിടെ വലിയ സ്വച്ഛതാ പരിപാടി നടക്കുന്നു. ഞാനും അതെന്റെ യാത്രയുമായി ബന്ധപ്പെടുത്തി കണ്ടിരുന്നില്ല. എന്നാൽ ഈ ഫോൺ കോൾ വന്നപ്പോൾ ഈ പറയുന്നത് ശരിയാണ് എന്നെനിക്ക് തോന്നി. ഇതറിയുന്നതിൽ എനിക്കും എത്ര സന്തോഷമുണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. രാജ്യവും ഈ കാര്യങ്ങളിൽ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നു. എന്റെ യാത്രയുമായി പോലും സ്വച്ഛത ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനേക്കാൾ വലിയ സന്തോഷമുള്ള കാര്യം എന്താണ്? പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്യാൻ ബാക്കി എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്യുന്ന ശീലമുണ്ടാകാം. എന്നാൽ ഇപ്പോൾ സ്വച്ഛത ഒരു വലിയ കാര്യമായിരിക്കും. ഇത് സ്വച്ഛത ആഗ്രഹിക്കുന്ന ഏവരെയും സന്തോഷിപ്പിക്കുന്നതാണ്, പ്രേരണയേകുന്നതാണ്. സ്വച്ഛതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന എല്ലാവർക്കും ഞാൻ ആശംസയേകുന്നു. മറ്റൊരു നിർദ്ദേശം തന്നു. അത് വളരെ രസകരമായ നിർദ്ദേശമാണ്. ഇത് ചെയ്യാനാകുമോ ഇല്ലയോ എന്നെനിക്കറിയില്ല. മോദിജി, അങ്ങിനി യാത്ര തീരുമാനിക്കുമ്പോൾ ക്ഷണിക്കുന്നവരോട് ചോദിക്കണം, എന്നെ ക്ഷണിക്കുന്നിടത്ത് സ്വച്ഛത ഏത് തലത്തിലുള്ളതായിരിക്കും? എത്ര ടൺ ചപ്പുചവറുകൾ നിങ്ങൾ എനിക്ക് സമർപ്പിക്കും? അത് നോക്കി ഞാൻ വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ആശയം വളരെ നല്ലതാണ്. പക്ഷേ എനിക്ക് ആലോചിക്കേണ്ടി വരും. ഉപഹാരങ്ങളൊക്കെ തരുന്നതിന് പകരം ഉപഹാരമായി ഇത്ര ടൺ ചപ്പുചവറുകൾ നിർമ്മാർജ്ജനം ചെയ്യുമെന്ന് പറയുന്നത് ഒരു സംരംഭമായി മാറണം. എത്രയോ ആളുകളെ രോഗത്തിൽ നിന്ന് രക്ഷിക്കാനാകും. എത്ര വലിയ മനുഷ്യത്വപരമായ കാര്യമായിരിക്കും അത്. ഈ ചപ്പുചവറുകളെ മാലിന്യമെന്ന് കണക്കാക്കാതെ സമ്പത്തായി കാണുക, ഒരു വിഭവമായി കാണുക. ഇതിനെ വെറും മാലിന്യമായി കാണാതെ ഈ ചപ്പുചവറുകളെല്ലാം തന്നെ നാം സമ്പത്തായി കാണാൻ തുടങ്ങിയാൽ മാലിന്യ സംസ്കരണത്തിനുള്ള പുതിയ പുതിയ രീതികൾ നമ്മുടെ മുന്നിലേക്കെത്തും. സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട യുവാക്കളും പുതിയ പുതിയ പദ്ധതികളുമായി വരും, പുതിയ പുതിയ ഉപകരണങ്ങളുമായി വരും. ഭാരത സർക്കാർ സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ, നഗരങ്ങളിലെ ജനപ്രതിനിധികളുടെ സഹായത്തോടെ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിൽ ഒരു വലിയ സംരംഭം ആരംഭിക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിൽ രാജ്യത്തെ ഏകദേശം 4000 നഗരങ്ങളിൽ ഖരമാലിന്യവും ദ്രവമാലിന്യവും ശേഖരിക്കാൻ യോജിച്ച സംഭരണികൾ ലഭ്യമാക്കാൻ പോവുകയാണ്. 2 തരത്തിലുള്ള ചവറുകൂടകളുണ്ടാകും. ഒന്ന് പച്ചനിറത്തിലുള്ളതും മറ്റൊന്ന് നീല നിറത്തിലുള്ളതും. 2 തരത്തിലുള്ള മാലിന്യങ്ങളാണ് ഉണ്ടാവുക, ദ്രവമാലിന്യങ്ങളും ഖരമാലിന്യങ്ങളും. നാം അച്ചടക്കം പാലിച്ച് ഈ 4000 നഗരങ്ങളിൽ വയ്ക്കാൻ പോകുന്ന ഈ മാലിന്യക്കൂടകളിൽ നീലയിൽ ഖരമാലിന്യവും പച്ചയിൽ ദ്രവമാലിന്യവും നിക്ഷേപിക്കണം. അടുക്കള മാലിന്യങ്ങൾ, പച്ചക്കറിയുടെ തൊലികളും ഭക്ഷണാവശിഷ്ടങ്ങളും മുട്ടത്തോടുകളും ഇലകളും മറ്റും ദ്രവമാലിന്യമാണ്. ഇവയെ പച്ചക്കൂടകളിൽ നിക്ഷേപിക്കണം. ഇതെല്ലാം കൃഷിയിടങ്ങളിൽ പ്രയോജനപ്പെടുത്താവുന്നവയാണ്. കൃഷിയിടം പച്ചപ്പുള്ളതാണ് എന്നോർത്താൽ പച്ചക്കൂടയിൽ എന്തിടണം എന്നോർമ്മ നിൽക്കും. രണ്ടാമത്തെ കൂട ആവശ്യമില്ലാത്ത കടലാസുകൾ, ലോഹകഷ്ണങ്ങൾ, ഗ്ലാസ്, വസ്ത്രം, പ്ലാസ്റ്റിക്, പോളിത്തീൻ, പൊട്ടിയ ഡബ്ബകൾ, റബ്ബർ സാധനങ്ങൾ തുടങ്ങിയ വസ്തുക്കൾ ഇടാനുള്ളതാണ്. ഈ സാധനങ്ങളെല്ലാം ഒരു തരത്തിൽ ഉണക്കച്ചവറുകളാണ്. ഇവയെ മെഷീനുകളിലിട്ട് റീസൈക്കിൾ ചെയ്യേണ്ടതാണ്. ഇവയെല്ലാം നീലക്കൂടയിലിടണം. നാം ഒരു സംസ്കാരം വളർത്തിക്കൊണ്ടുവരും എന്നെനിക്ക് ഉറപ്പുണ്ട്. സ്വച്ഛതയുടെ കാര്യത്തിൽ എപ്പോഴും ഓരോ പുതിയ ചുവടുവയ്പ്പിന്റെ ആവശ്യമുണ്ട്. എങ്കിലേ ഗാന്ധിജി കണ്ട സ്വപ്നം, ആ സ്വച്ഛതയുടെ സ്വപ്നം നമുക്ക് പൂർത്തീകരിക്കാനാകൂ. ഇന്നെനിക്ക് അഭിമാനത്തോടെ ഒരു കാര്യം പറയാനുണ്ട്. ഒരു മനുഷ്യൻ മനസ്സിലൊന്ന് നിശ്ചയിച്ചുറപ്പിച്ചാൽ എത്ര വലിയ ജനമുന്നേറ്റവും സംഘടിപ്പിക്കാനാകും. സ്വച്ഛതയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞയാഴ്ച നിങ്ങളൊരു വാർത്ത കേട്ടിട്ടുണ്ടാകും. മുംബൈയിലെ വൃത്തികെട്ടതെന്ന് കരുതപ്പെട്ടിരുന്ന വർസോവ ബീച്ച് ഇന്നൊരു നിർമ്മലമായ സുന്ദര ബീച്ചായിരിക്കുകയാണ്. ഇത് പെട്ടെന്നുണ്ടായതല്ല. ഏകദേശം 80-90 ആഴ്ചയോളം ആളുകൾ നിരന്തരം അധ്വാനിച്ചതിന്റെ ഫലമായിട്ടാണ് വർസോവ ബീച്ചിന്റെ മുഖച്ഛായ മാറ്റാനായത്. ആയിരക്കണക്കിന് ടൺ ചപ്പുചവറുകൾ എടുത്തുമാറ്റിയതിന്റെ ഫലമായിട്ടാണ് വർസോവ ബീച്ച് സ്വച്ഛവും സുന്ദരവുമായത്. ഇതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുത്തത് വർസോവ റെസിഡൻസ് വോളണ്ടിയർമാരാണ്. ശ്രീ അഫ്രോസ് ഷാ ഒക്ടോബർ 2015 മുതൽ അകമഴിഞ്ഞ് ഇതിനായി അധ്വാനിക്കാൻ തുടങ്ങി. സാവധാനം ആളുകൾ അദ്ദേഹത്തിന്റെ കൂടെ ചേർന്നു. ജനമുന്നേറ്റമായി മാറി. ഇതിന് ശ്രീ അഫ്രോസ് ഷായിക്ക് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം വലിയ പുരസ്കാരം നൽകി. ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് നേടുന്ന ആദ്യത്തെ ഭാരതീയനായി അദ്ദേഹം. ഞാൻ ശ്രീ അഫ്രോസ് ഷായിക്ക് അഭിനന്ദനങ്ങളേകുന്നു.
ഈ ജനമുന്നേറ്റത്തിന് ആശംസയേകുന്നു. ആ പ്രദേശത്തെ ജനങ്ങളെയാകെ സംഘടിപ്പിച്ച് ജനമുന്നേറ്റമാക്കി മാറ്റിയെടുത്തു. ഇത് തീർച്ചയായും ഏവർക്കും പ്രേരണ നൽകുന്ന ഉദാഹരണമാണ്. സഹോദരീ സഹോദരന്മാരെ, ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്വച്ഛ ഭാരത് സംരംഭവുമായി ബന്ധപ്പെട്ട് ജമ്മു കശ്മീരിലെ റിയാസി ബ്ലോക്ക് വെളിയിട വിസർജന മുക്ത പ്രദേശമായിരിക്കുന്നു എന്ന് എന്നെ അറിയിച്ചിരിക്കുന്നു. ഞാൻ റിയാസി ബ്ലോക്കിലെ എല്ലാ ജനങ്ങളെയും അവിടുത്തെ ഭരണാധികാരികളെയും അഭിനന്ദിക്കുന്നു. ജമ്മു കശ്മീർ ഒരു നല്ല ഉദാഹരണമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ജമ്മു കശ്മീരിൽ ആ ഭാഗത്തെ സ്ത്രീകളാണ് ഈ സംരംഭത്തിന് നേതൃത്വം കൊടുത്തത് എന്നറിയാനായി. അവർ ആളുകളെ ബോധവാന്മാരാക്കാൻ മുന്നിട്ടിറങ്ങി, പന്തം കൊളുത്തി ജാഥ നടത്തി, വീടുകളിലും തെരുവുകളിലും പോയി ആളുകളെ പ്രേരിപ്പിച്ചു. അവിടുത്തെ അമ്മമാരെയും സഹോദരിമാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. കശ്മീരിന്റെ മണ്ണിൽ ഒരു ബ്ലോക്ക് ഒന്നാകെ വെളിയിട വിസർജന വിമുക്തമായി മാറ്റിയതിൽ അവിടുത്തെ ഭരണാധികാരികളെയും ഞാൻ അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, കഴിഞ്ഞ 15 ദിവസമായി, ഒരു മാസമായി പത്രത്തിലാണെങ്കിലും TV ചാനലിലാണെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലാണെങ്കിലും എല്ലായിടത്തും ഇപ്പോഴത്തെ സർക്കാരിന്റെ കണക്കെടുപ്പ് നടക്കുകയാണ്. 3 വർഷം മുൻപ് നിങ്ങളെന്നെ പ്രധാന സേവകൻ എന്ന ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയുണ്ടായി. വളരെയേറെ സർവേകൾ നടന്നു, വളരെ അഭിപ്രായ വോട്ടെടുപ്പുകൾ നടന്നു. ഇതിനെയെല്ലാം ഞാൻ വളരെ ആരോഗ്യപരമായ കാര്യങ്ങളായിട്ടാണ് കാണുന്നത്. ഈ 3 വർഷത്തെ പ്രവർത്തനത്തെ എല്ലാ തരത്തിലും മാറ്റുരച്ചു നോക്കിയിരിക്കുന്നു. സമൂഹത്തിലെ എല്ലാ മേഖലയിലും പെട്ട ആളുകൾ ഇതിനെ വിശകലനം ചെയ്തു. ഇത് ജനാധിപത്യത്തിലെ വളരെ നല്ല രീതിയാണ്. ജനാധിപത്യത്തിൽ സർക്കാരുകൾ ഉത്തരവാദിത്വമുള്ളവയാകണം. ജനങ്ങൾക്ക് സർക്കാർ തങ്ങളുടെ പ്രവർത്തനത്തിന്റെ കണക്ക് കൊടുക്കേണ്ടതുണ്ട്. സമയം കണ്ടെത്തി നമ്മുടെ പ്രവർത്തനത്തെ ആഴത്തിൽ വിശകലനം ചെയ്യുകയും ചിലപ്പോൾ അഭിനന്ദിക്കുകയും ചിലപ്പോൾ പിന്തുണയ്ക്കുകയും ചിലപ്പോൾ കുറവുകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തവർക്കെല്ലാം കൃതജ്ഞത അർപ്പിക്കുന്നു. ഇതിനെല്ലാം ഞാൻ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. വേറിട്ട മഹത്തായ അഭിപ്രായങ്ങൾ അറിയിച്ചവരെ ഞാൻ നന്ദി അറിയിക്കുന്നു. കുറ്റങ്ങൾ, കുറവുകളൊക്കെ ഇപ്പോൾ പ്രകടമാകുന്നു. അതിലൂടെ തിരുത്താനുള്ള ഒരവസരം ലഭിക്കുന്നു. നല്ല കാര്യമാണെങ്കിലും നന്മ കുറവാണെങ്കിലും മോശമാണെങ്കിലും അതിൽ നിന്നാണ് പഠിക്കേണ്ടതും അതിൻ്റെ ബലത്തിലാണ് മുന്നേറേണ്ടതും. ക്രിയാത്മകമായ വിമർശനം ജനാധിപത്യത്തിന് ബലമേകുന്നു. ഉണർന്നിരിക്കുന്ന രാഷ്ട്രത്തിന്, ചൈതന്യപൂർണമായ രാഷ്ട്രത്തിന് ഈ വിശകലനം വളരെ ആവശ്യമുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ഞാനും നിങ്ങളെപ്പോലെ ഒരു സാധാരണ പൗരനാണ്. ഒരു സാധാരണ പൗരനെന്ന നിലയിൽ നല്ലതും ചീത്തയുമായ സർവ്വതിൻ്റെയും സ്വാധീനം ഏതൊരു സാധാരണ പൗരനിലും ഉണ്ടാകുന്നതുപോലെ എന്നിലുമുണ്ടാകുന്നു. മൻ കി ബാത്തിനെ ചിലർ ഏകപക്ഷീയമായ സംവാദം ആണ് എന്ന് കാണുന്നു. ചിലർ ഇതിനെ രാജനൈതികമായ വീക്ഷണത്തോടെ വിമർശിക്കുകയും ചെയ്യുന്നു. എങ്കിലും ഇത്രയും നീണ്ട അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്, എന്നെ ഈ മൻ കി ബാത്ത് എന്ന പരിപാടി ഹിന്ദുസ്ഥാനിലെ എല്ലാ കുടുംബത്തിലെയും ഒരംഗമാക്കി മാറ്റി എന്നാണ്. മൻ കി ബാത്ത് ആരംഭിക്കുമ്പോൾ അങ്ങനെ ചിന്തിച്ചതേയില്ലായിരുന്നു. ഞാൻ കുടുംബത്തിലെത്തി വീട്ടിലിരുന്ന് വീട്ടിലെ കാര്യങ്ങൾ പറയുന്നു എന്നാണ് തോന്നുന്നത് എന്ന് എന്നെ 100 കണക്കിന് കുടുംബങ്ങളാണ് എഴുതി അറിയിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഒരു സാധാരണ പൗരനെന്ന നിലയിൽ എൻ്റെ മനസ്സിലുണ്ടാകുന്ന സ്വാധീനം, അതാണ് പ്രധാനം. 2 നാൾ മുൻപ് രാഷ്ട്രപതി ഭവനിൽ ആദരണീയ രാഷ്ട്രപതിജി, ആദരണീയ ഉപരാഷ്ട്രപതിജി, ആദരണീയ സ്പീക്കർ മഹോദയ തുടങ്ങിയവരെല്ലാം ചേർന്ന് മൻ കി ബാത്തിനെക്കുറിച്ചുള്ള ഒരു പഠനഗ്രന്ഥം പ്രകാശനം ചെയ്തു. ഒരു വ്യക്തിയെന്ന നിലയിൽ, സാധാരണ പൗരനെന്ന നിലയിൽ ഈ സംഭവം വളരെ ഉത്സാഹമുണ്ടാക്കുന്നതാണ്. സമയം കണ്ടെത്തി മൻ കി ബാത്തിന് പ്രാധാന്യം നൽകിയെന്നതിൽ രാഷ്ട്രപതിജിയോടും ഉപരാഷ്ട്രപതിജിയോടും സ്പീക്കർ മഹോദയയോടും ഞാൻ കൃതജ്ഞനാണ്. അവർ ഇത്രയും ഉയർന്ന പദവിയിലിരിക്കെ ഇതിന് മഹത്വം നൽകി. ഒരു തരത്തിൽ മൻ കി ബാത്തിന് ഒരു പുതിയ തലം പ്രദാനം ചെയ്തു. ചില സുഹൃത്തുക്കൾ മൻ കി ബാത്തിനെക്കുറിച്ചുള്ള പുസ്തകത്തിന്റെ പ്രവർത്തനത്തിനിടയിൽ എന്നോടും ചർച്ച ചെയ്യുകയുണ്ടായി. അബുദാബിയിലുള്ള ഒരു കലാകാരൻ അക്ബർ സാഹബ് എന്നയാളിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നി. അദ്ദേഹം പറഞ്ഞത്, മൻ കി ബാത്തിൽ ഏതെല്ലാം വിഷയങ്ങളാണോ സംസാര വിഷയമാക്കിയത് അതേക്കുറിച്ചെല്ലാം അദ്ദേഹം സ്കെച്ച് തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെ സ്വന്തം സ്നേഹം പ്രകടിപ്പിക്കാൻ അക്ബർ സാഹബ് മൻ കി ബാത്തിന് കലാരൂപം നൽകി. ഞാൻ അക്ബർ സാഹിബിനോട് കൃതജ്ഞനാണ്. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, അടുത്ത തവണ മൻ കി ബാത്ത് പറയുമ്പോഴേക്കും രാജ്യമെങ്ങും മഴ എത്തിക്കഴിഞ്ഞിരിക്കും, കാലാവസ്ഥ മാറിയിരിക്കും, പരീക്ഷകളുടെ റിസൾട്ടുകൾ വന്നിരിക്കും, പുതിയ അധ്യയന ജീവിതം ആരംഭിക്കുകയാകും.
മഴയെത്തുമ്പോൾ ഒരു പുതിയ ഉണർവും സുഗന്ധവും എങ്ങും പരന്നിരിക്കും. ഈ ചുറ്റുപാടിൽ പ്രകൃതിയോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. നിങ്ങൾക്കേവർക്കും എന്റെ ശുഭാശംസകൾ. നന്ദി. മൻ കി ബാത്ത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് ഇതുവരെ കേട്ടത്.